എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് +1 കെമിസ്ട്രിയിലെ തെർമോഡൈനാമിക്സ് എന്ന ചാപ്റ്ററാണ്. തെർമോഡൈനാമിക്സിനെ കുറിച്ചിട്ട് പറയാനാണെങ്കിൽ കുറച്ച് പ്രോബ്ലംസ് ടൈപ്പൊക്കെ ക്വസ്റ്റ്യൻസ് വരികയും സാധാരണ സ്റ്റുഡൻസിന് കുറച്ച് ഡിഫിക്കൽട്ടീസ് ഫീൽ ചെയ്യുകയും ചെയ്യുന്ന ഒരു ചാപ്റ്ററാണ്. പക്ഷേ നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിൽ നിന്ന് സാധാരണ കൂടുതൽ മാർക്കിന് ചോദിച്ച് കണ്ടുവരുന്ന ക്വസ്റ്റ്യൻസിൻ്റെ ഏരിയാസ്, അതിൻ്റെ എക്സാമ്പിൾസ് വെച്ചാണ് നമ്മൾ ശരിക്കും ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ വീഡിയോയിലേക്ക് പോകാം. അതിന് മുമ്പിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. തെർമോഡൈനാമിക്സ് എന്ന ചാപ്റ്റർ പൊതുവെ ഒരു ആവറേജ് ആയിട്ടുള്ള സ്റ്റുഡൻസിന് തോന്നുമ്പോഴത്തേക്ക് അല്പം ഡിഫിക്കൽട്ടി തോന്നുന്ന ഒരു ചാപ്റ്ററാണ്. പക്ഷേ ഈ ചാപ്റ്റർ വളരെ എളുപ്പമുള്ള ചാപ്റ്ററാണ് എന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. അടുത്ത പ്രോബ്ലത്തിലേക്ക് പോകാം. ആദ്യമായിട്ട് ചോദിച്ചിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഇതാണ്: ദി സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് CH4 CO2 H2O. ഇതിൻ്റെ മൂന്നിൻ്റെ സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ തന്നിട്ടുണ്ട്. At 298 Kelvin are -74.81 kilojoule per mole, -393.5 kilojoule per mole and 285.8 kilojoule per mole. Calculate the standard enthalpy of the reaction. അപ്പം മീഥൈൻ്റെ കമ്പസ്റ്റൻ റിയാക്ഷൻ, അതിൻ്റെ സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ദി റിയാക്ഷനാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പം നമുക്ക് അതിന് വേണ്ടിയിട്ട് മൂന്ന് ഇക്വേഷൻസ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടായിരിക്കും. ഓക്കെ, ഇത്രയും ക്വസ്റ്റ്യനാണ് ശരിക്കും, അത്രയും ക്വസ്റ്റ്യനിലുണ്ടായിരിക്കും. അപ്പം ഇതിൽ നിന്ന് നമുക്ക് എങ്ങനെ ആ ഒരു ആൻസറിലേക്ക് എത്തിച്ചേരാം എന്നതാണ് ഞാനിവിടെ പറയുന്നത്. ഇവിടെ കുറേ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മൾ ആദ്യം ചെയ്യുന്നത് ഈ ക്വസ്റ്റ്യൻസ്, ഈ C+O2 gives CO2 അതിൻ്റെ 393.5 കിലോജൂൾ പെർ മോൾ ആണെന്ന് അതാണ് ഇവിടെ തന്നിട്ടുണ്ട്. അതുപോലെ അത് നമ്മൾ അങ്ങോട്ട് എഴുതി വെച്ചു ഒരു സ്കെലറ്റൽ ഇക്വേഷനായിട്ട്. അടുത്ത H2 + O2 gives H2O. H2Oൻ്റെ സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ എന്ന് പറയുന്നത് അതാണ്ട് H2Oൻ്റെ 285.8 ആണ്. അത് നമ്മൾ അങ്ങോട്ട് എഴുതി വെച്ചു. അടുത്ത നമ്മൾ CH4ൻ്റെ -74.81 ദാണ്ട് ഇവിടെ തന്നിട്ടുണ്ട്. അത് നമ്മൾ ഇങ്ങോട്ടേക്ക് എഴുതി വെച്ചു. അപ്പോൾ ഇത്ര എഴുതി വെക്കാൻ അറിയാമല്ലോ. പിന്നെ നമുക്ക് അറിയേണ്ടത് കമ്പസ്റ്റൻ ഓഫ് മീഥേൻ്റെ സ്കെലറ്റൽ ഇക്വേഷനാണ്. ആ സ്കെലറ്റൽ ഇക്വേഷൻ ദാണ്ട് ഒന്നുകൂടെ നോക്കി. CH4 + 2O2 gives CO2 + 2H2O. അപ്പോൾ അത് നമുക്ക് കിട്ടി. ഇനി നമുക്ക് ഇവിടെ വേണ്ടുന്നത് CH4 അടങ്ങിയിട്ടുള്ള ഒരു ഇക്വേഷനാണ്. CH4 ലെഫ്റ്റ് സൈഡിൽ വരണം. അപ്പോൾ നമുക്കിവിടെ നോക്കുമ്പോഴത്തേക്ക് ഈ മൂന്ന് റിയാക്ഷൻ നോക്കുമ്പോഴത്തേക്ക് CH4 റൈറ്റ് സൈഡിൽ കിടക്കുന്ന ഒരു ഇക്വേഷൻ കണ്ടാൽ നമ്മൾ നേരെ ലെഫ്റ്റിലേക്കാക്കി ആ ഒരു ഇക്വേഷൻ അങ്ങ് എഴുതി. ഈ ഇക്വേഷൻ നേരെ അങ്ങ് ലെഫ്റ്റിലേക്കാക്കി എന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടുത്തെ വാല്യൂ ΔHൻ്റെ വാല്യൂ നേരെ റിവേഴ്സ് ചെയ്യും. ഓക്കെ, +74.81 എന്നായിട്ട് മാറി. അടുത്ത നമുക്ക് നോക്കേണ്ട 2O2നെയാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. ഇവിടെ ഏതിലുണ്ട് O2 എന്ന് പറയുന്നത് ഇവിടെ കിടപ്പുണ്ട് അല്ലേ? ഇവിടെ കിടപ്പുണ്ട് O2 ലെഫ്റ്റ് സൈഡിൽ തന്നെയാണ് കിടക്കുന്നത്. അതുകൊണ്ട് ആ ഇക്വേഷൻ നമുക്ക് അതേപോലെ എഴുതി വെക്കാം. C+O2 gives CO2, അവിടെ തന്നെ -393 അത് എഴുതിക്കും. അടുത്ത നമുക്ക് അറിയേണ്ടത് ഇവിടെ വാട്ടറിൻ്റെ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ വാട്ടറിൻ്റെ തന്നിട്ടുണ്ട്, റൈറ്റ് സൈഡിലാണ് വാട്ടർ വരുന്നത്. ഇവിടെയും ഇക്വേഷനിൽ നമുക്ക് റൈറ്റ് സൈഡിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതിനെ നമ്മൾ അതേപോലെ എഴുതി. ഇനി നമുക്ക് നോക്കുക, ഇവിടെ ഒരു H2O ഉണ്ടാവുന്നതിൻ്റെയാണ് 285 എന്ന് ഇവിടെ തന്നേക്കുന്നത്. നമുക്ക് ശരിക്കും ഇവിടെ 2 H2O ആണ് ഉണ്ടാവേണ്ടത്. അതുകൊണ്ട് കിട്ടിയേക്കുന്ന 285 എന്ന വാല്യൂവിനെ നമ്മൾ 2 കൊണ്ട് ഇൻഡു ചെയ്യണം. ഓക്കെ, അപ്പം ഈ ഒരു ആൻസർ കിട്ടും. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു ആൻസർ കിട്ടും 285 × 2. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ΔH എന്ന് എഴുതിയിട്ട് ഇത് 3 കൂടെ കൂട്ടുക. ഈ 3 അവസ്ഥ നമ്മൾ ക്വസ്റ്റ്യനിൽ നമ്മൾ 3 ഇക്വേഷൻസ് ശരിക്കും കണ്ടുപിടിച്ചിട്ടുണ്ട്. ഈ ഇക്വേഷനിലെ വാല്യൂസ് എല്ലാം കൂട്ടുക. ആദ്യം ഇത് 74.8, അടുത്ത 390, അടുത്ത ഇത് 2 × 285.8. അപ്പം നമുക്ക് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? നമുക്ക് സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ തന്നിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ദി റിയാക്ഷൻ, ഇതിൻ്റെ സ്റ്റാൻഡേർഡ് എൻതാൽപ്പി നമ്മൾ ശരിക്കും ഇവിടെ കണ്ടുപിടിച്ചു. മനസ്സിലായോ? ഒന്നുകൂടെ ജസ്റ്റ് നോക്കുക, ഈ 3 ഇക്വേഷൻ എങ്ങനെയാണ് വന്നതെന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പം നമുക്കിനി ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഇതേപോലുള്ള ഒരു സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ചോദിക്കുന്നതാണ്, പഠിച്ചു വെക്കേണ്ടതാണ്. അടുത്ത എന്താണ് ഒരു സ്പോണ്ടേനിയസ് റിയാക്ഷൻ എന്നാണ് ചോദിച്ചേക്കുന്നത്. Spontaneous reaction is an irreversible reaction
ആൻഡ് ഇറ്റ് മേ ഓൺലി ബി റിവേഴ്സ്ഡ് ബൈ സം എക്സ്റ്റേണൽ ഏജൻസി എന്നതാണ് സ്പോണ്ടേനിയസ് റിയാക്ഷൻ്റെ ഡെഫിനിഷൻ. നമുക്ക് അതിലും അറിയേണ്ടത് അതിൻ്റെ സ്പോണ്ടേനിയസ് റിയാക്ഷൻ വരുന്നിട്ടുള്ള ഒരു അതിൽ നിന്ന് ആ ഒരു ഏരിയയിൽ നിന്ന് ചോദിച്ചുകൊണ്ടിരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. എൻട്രോപ്പി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: 4FeS പ്ലസ് 3O2G ഗേഷ്യസ് സ്റ്റേറ്റ് 2Fe2O3. എൻട്രോപ്പി ചേഞ്ച് തന്നിട്ടുണ്ട്. എൻട്രോപ്പി ചേഞ്ച് ഇതാണെന്ന് തന്നിട്ടുണ്ട്. അറ്റ് 298 കെൽവിൻ തന്നിട്ടുണ്ട്. ദെൻ in spite of negative entropy change, why is the reaction is spontaneous? എന്തുകൊണ്ടാണ് ഈ റിയാക്ഷൻ സ്പോണ്ടേനിയസ് എന്നാണ് ചോദിച്ചേക്കുന്നത്. സ്പോണ്ടേനിയസ് എന്ന ഒരു റിയാക്ഷൻ സ്പോണ്ടേനിയസ് ആവണമെങ്കിൽ കുറച്ച് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യണം. അപ്പം നമുക്ക് ഇതിൻ്റെ ആൻസറിലേക്ക് പോകാം. അപ്പം നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന പ്രകാരം ഇതും ക്വസ്റ്റ്യനിൽ തന്നിരിക്കുകയാണ്. ΔH മീൻസ് അതിൻ്റെ ഫോർമേഷൻ എന്ന് പറയുന്നത്, ഈ റിയാക്ഷൻ്റെ ഫോർമേഷൻ എന്ന് പറയുന്നത് ഇത്രയാണ്, -1648 കിലോ ജൂൾ പെർ മോൾ ആണ്. ഇനി എൻട്രോപ്പി തന്നിട്ടുണ്ട്. എസ് എന്ന് പറയുന്നത് ΔS -549.4 കിലോ ജൂൾ പെർ മോൾ കെൽവിൻ ആണ്. അടുത്ത ടെമ്പറേച്ചർ തന്നിട്ടുണ്ട് 298 കെൽവിൻ ആണ് ഇവിടെ തന്നിട്ടുണ്ട്. നമുക്ക് ഡെൽറ്റ റിയാക്ഷൻ അതും നമ്മളൊന്നുകൂടെ എഴുതി ഒന്നുകൂടെ. ഇനി അടുത്ത നമുക്കറിയേണ്ട ഇക്വേഷൻ, ഈ തന്നിരിക്കുന്ന ഫാക്ടേഴ്സിനെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു ഇക്വേഷൻ കണ്ടുപിടിക്കുന്നതാണ്. ΔG = ΔH - T ΔS എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇക്വേഷൻ. ഗിബ്സ് ഹെംഹോൾസ് ഇക്വേഷൻ എന്നൊക്കെ അറിയപ്പെടുന്ന ഇക്വേഷനാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷനാണ്. ഇത് പഠിച്ചു വെക്കണം. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മൾ ഇതിൻ്റെ ആൻസറിലേക്ക് പോകുന്നത്. അതായത് ഈ ഇക്വേഷൻ ജസ്റ്റ് അപ്ലൈ ചെയ്യുന്നു. ΔH എന്ന് പറഞ്ഞാൽ അറിയാം -1648 കിലോ ജൂൾ പെർ മോൾ ആണ്. നമ്മൾ മോളിലാണ് എഴുതുന്നത്. മീൻസ് അത് 1000 ആയിട്ട് കൺവേർട്ട് ചെയ്തു. അത് കിലോ ജൂൾ എന്ന് പറയുന്നത് ജൂളിലേക്ക് കൺവേർട്ട് ചെയ്തു. അപ്പോൾ നമുക്ക് 1648000 എന്ന് പറഞ്ഞിട്ടുള്ള വാല്യൂ കിട്ടി. -T ΔS. T എന്ന് പറയുന്നത് 298 ആണെന്ന് അറിയാം. അടുത്ത ΔS എന്ന് പറയുന്നത് -5494 എന്നാണ്. അത് നമ്മൾ അപ്ലൈ ചെയ്തു. അത് അപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലായി ഇങ്ങനെ ഒരു ആൻസർ കിട്ടും. അത് നെഗറ്റീവ് ആൻസർ ആണ്. അപ്പം ΔG എന്ന് പറഞ്ഞിട്ടുള്ള സാധനം നെഗറ്റീവ് ആയാൽ ആ ഒരു റിയാക്ഷൻ സ്പോണ്ടേനിയസ് ആണ്. ഇതാണ് ശരിക്കും ചോദിച്ചത്, അതെന്തുകൊണ്ടാണ് സ്പോണ്ടേനിയസ് ആയെന്ന്. അപ്പം നമ്മൾ ΔG നെഗറ്റീവ് ആണെന്ന് എഴുതി കൊടുത്തിട്ട് പ്രൂവ് ചെയ്യണം. അപ്പം നമുക്ക് ഇതിന് ആൻസർ കറക്റ്റായിട്ട് കിട്ടും. ഇനി ഈ ΔG വെച്ചിട്ടുള്ള കൺസെപ്റ്റ് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, അതിലെ കൺസെപ്റ്റ് എന്താണെന്ന് ചോദിച്ചാൽ, ΔG എന്ന് പറഞ്ഞിട്ടുള്ള സാധനം നെഗറ്റീവ് ആണെങ്കിൽ അതൊരു സ്പോണ്ടേനിയസ് പ്രോസസ്സ് ആയിരിക്കും. ഇനി ΔG എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് ആണെങ്കിൽ അത് നോൺ സ്പോണ്ടേനിയസ് പ്രോസസ്സ് ആയിരിക്കും. അതാണ് നമ്മൾ അതിൽ നിന്നും അറിയേണ്ടതായിട്ടുള്ള അടുത്ത കാര്യം. അടുത്ത മൂന്നാമത്തെ നമ്മൾ സെക്ഷനിലേക്ക് പോകുന്നു. അത് ഹെസ്സസ് ലോ ആണ്. ഇതാണ് കഴിഞ്ഞ വർഷമൊക്കെ ചോദിച്ച ക്വസ്റ്റ്യൻ. ഹെസ്സസ് ലോ എന്തെന്ന് വെച്ചാൽ കോൺസ്റ്റന്റ് ഹീറ്റ് സമ്മേഷൻ ലോ ആണ്. അതായത് ഒരു റിയാക്റ്റന്റ് ഒരു പ്രോഡക്റ്റ് ആയിട്ട് മാറുമ്പോഴത്തേക്ക് അവിടെ നടക്കുന്ന എൻതാൽപ്പി ചേഞ്ച് എന്ന് പറയുന്നത് ഒരു ഫിക്സഡ് ആയിരിക്കും. ഇപ്പം ഞാൻ പറയാം, ഒരു റിയാക്റ്റന്റ് ഒരൊറ്റ സ്റ്റെപ്പിൽ ആ പ്രോഡക്റ്റ് ആയിട്ട് മാറി. അപ്പം അതിലുണ്ടാകുന്ന എൻതാൽപ്പി ചേഞ്ചും, എന്നാൽ ഒരു റിയാക്റ്റന്റ് മറ്റൊരു സംഭവമായിട്ട് മാറി, അത് വേറൊരു സംഭവമായിട്ട് മാറി, അതിങ്ങനെ കറങ്ങി അവസാനം ഈ ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റിലെത്തി. അപ്പോൾ ഇവിടുന്ന് പല പല സ്റ്റെപ്പുകളിലൂടെ ആ ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റിലെത്തിയപ്പോഴത്തേക്കും സിംഗിൾ സ്റ്റെപ്പിൽ നടന്നതിൻ്റെ ഹീറ്റ് സമ്മേഷൻ ലോ ഏകദേശം സെയിം ആയിരിക്കും. അതാണ് ഹെസ്സസ് ലോ ഓഫ് കോൺസ്റ്റന്റ് ഹീറ്റ് സമ്മേഷൻ എന്ന് പറയുന്നത്. If the reaction takes place in several steps, then its standard reaction enthalpy is the sum of the standard enthalpies of the intermediate reaction into which the overall reaction may be divided at the same temperature എന്നതാണ് ഹെസ്സസ് ലോയുടെ സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ ഹെസ്സസ് ലോയുടെ സ്റ്റേറ്റ്മെൻറ്റ് നന്നായിട്ട് പഠിച്ചു വെക്കേണ്ട ഒരു കാര്യമാണ്. ഇനി ഹെസ്സസ് ലോൻ്റെ പ്രോബ്ലം എങ്ങനെ ചെയ്യാം എന്നതാണ് ഇനി അടുത്ത പറയുന്നത്. ഹെസ്സസ് ലോൻ്റെ പ്രോബ്ലം എങ്ങനെ ചെയ്യാം എന്നതാണ് അടുത്ത് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതല്ല ഹെസ്സസ് ലോ പ്രോബ്ലം. ഹെസ്സസ് ലോ പ്രോബ്ലം നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നതാണ് നമ്മൾ പറയുന്നത്. നമുക്കൊരു ഇക്വേഷൻ തരും. ക്വസ്റ്റ്യൻ ഇങ്ങനെ ആയിരിക്കും: C+12O2 ഇതെല്ലാം ഇത് ഗേഷ്യസ് സ്റ്റേറ്റിലാണ്, ഗീവ്സ് CO. ഈ ഒരു റിയാക്ഷൻ്റെ എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ
നമ്മൾ കണ്ടുപിടിക്കണം. ഈ റിയാക്ഷൻ ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന എൻതാൽപ്പി ചേഞ്ച് എത്രയാണ്, ആ സ്റ്റാൻഡേർഡ് എൻതാൽപ്പി, അതിൻ്റെ എൻതാൽപ്പി റിയാക്ഷൻ എൻതാൽപ്പി എത്രയാണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. അതായിരിക്കും ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് 2 ഹിൻറ്റുകൾ ഉണ്ടാവും. ഇത് രണ്ടുമാണ് ആ ഹിൻറ്റ് എന്ന് പറയുന്നത്. C+O2 ഗീവ്സ് CO2. CO2 എന്ന് പറയുന്നതിൻ്റെ റിയാക്ഷൻ എൻതാൽപ്പി 393.5 kJ/mol ആണെന്ന് തരും. അതുപോലെ ഇതും ക്വസ്റ്റ്യൻ ഉണ്ടാവും. CO plus half O2 gaseous state gives CO2 gaseous state. അവിടുത്തെ എൻതാൽപ്പി റിയാക്ഷൻ തന്നിട്ടുണ്ട് 283.0 kJ/mol. ഈ റിയാക്ഷൻ ഇത് രണ്ടും ഹിൻറ്റ് തന്നതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ആദ്യത്തെ റിയാക്ഷൻ കൺസിഡർ ചെയ്യുക. നമുക്ക് ഇവിടെ നിന്ന് വേണ്ടുന്ന ആൾ എന്താണെന്ന് വെച്ചാൽ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട് C+O2 എന്ന് പറഞ്ഞിട്ടുള്ള സാധനമാണ്. കാരണം ഈ C+O2 എന്ന് പറഞ്ഞിട്ടുള്ള സാധനം ഇവിടെയും കിടപ്പുണ്ട് അല്ലേ. അപ്പം ആ റിയാക്ഷൻ നമുക്ക് വേണ്ടതാണ്. നമ്മളവിടെ ടിക്ക് ചെയ്ത് വെച്ചു. റിയാക്ഷൻ 1 എന്നിട്ടു. ഇനി നമുക്ക് വേണ്ടത് CO റൈറ്റ് സൈഡിൽ വരുന്ന ഒരു റിയാക്ഷനാണ്. CO റൈറ്റ് സൈഡിൽ ഇവിടെ വരുന്നില്ല, ഇവിടെ CO ലെഫ്റ്റ് സൈഡിൽ വരുന്നുണ്ട്. അപ്പം നമ്മളിത് റൈറ്റ് സൈഡിൽ വെക്കാൻ വേണ്ടിയിട്ട് ഈ റിയാക്ഷനെ നേരെ തിരിച്ചു. അതായത് തിരിച്ചപ്പോഴത്തേക്ക് ഇങ്ങനായി മാറിയ റിയാക്ഷൻ അല്ലേ, CO അപ്പുറത്താക്കി മാറ്റി നമ്മൾ അതേപോലെ എഴുതി. അപ്പോഴത്തേക്ക് റിയാക്ഷൻ എൻതാൽപ്പി എന്ന് പറഞ്ഞിട്ടുള്ള സാധനം നെഗറ്റീവ് എന്ന് പറഞ്ഞിട്ടുള്ള പോസിറ്റീവായിട്ട് മാറി. ഓക്കെ, മനസ്സിലായല്ലോ. പോസിറ്റീവായിട്ട് മാറി. അപ്പം നമുക്ക് 1ഉം 3ഉമാണ് ശരിക്കും വേണ്ടുന്ന റിയാക്ഷൻസ്. മനസ്സിലായോ ഇതെങ്ങനെയാണ് നമ്മൾ എഴുതി വെച്ചതെന്ന്? അപ്പോൾ 1ഉം 3ഉം ആ 2 റിയാക്ഷനും കിട്ടിയതിന് ശേഷം നമുക്ക് ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുക. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ നമുക്ക് ഈ ഡിസൈഡ് ഇക്വേഷൻ കിട്ടും. അതങ്ങനെ തന്നെ വരത്തുള്ളൂ. അപ്പം നമുക്ക് ഈ 2 റിയാക്ഷനോട് ആഡ് ചെയ്യുമ്പോഴത്തേക്ക് ഈ ഇക്വേഷൻ 1 ഇക്വേഷൻ 3 കൂടെ ആഡ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഈ ഡിസൈഡ് ഇക്വേഷൻ കിട്ടും. ഡിസൈഡ് ഇക്വേഷൻ്റെ എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ എങ്ങനെ കണ്ടുപിടിക്കാന്ന് വെച്ചാൽ അത് രണ്ടും ആഡ് ചെയ്താൽ മതി. മീൻസ് -393.5 kJ/mol പ്ലസ് 283.0 kJ/mol രണ്ടും ആഡ് ചെയ്താൽ മതി. അപ്പം നമുക്ക് ഹെസസ് ലോയുടെ പ്രോബ്ലം നമ്മൾ സോൾവ് ചെയ്തിരിക്കുന്നു. ഇങ്ങനെയാണ് ഹെസസ് ലോയുടെ പ്രോബ്ലം സോൾവ് ചെയ്യേണ്ടത്. ഓക്കെ, അടുത്തതായി നല്ല ഇമ്പോർട്ടൻസ് ഉള്ള ഒരു അടുത്ത സെക്ഷനിലേക്ക് വന്നു. ലാറ്റിസ് എൻതാൽപ്പി ആൻഡ് അതിൻ്റെ പ്രോബ്ലം. ഒരു ലാറ്റിസ് എൻതാൽപ്പി എന്താണെന്ന് സിമ്പിളായിട്ട് ചോദിച്ചാൽ ഇത്രേ പറയാനുള്ളൂ. ലാറ്റിസ് എൻതാൽപ്പി എന്ന് പറയുമ്പോഴത്തേക്ക് അയണിക് കോമ്പൗണ്ട്സ് സോളിഡ് സ്റ്റേറ്റിൽ ഇരിക്കുന്നു. ആ സോളിഡ് സ്റ്റേറ്റിലുള്ള അയണിക് കോമ്പൗണ്ട്സിനെ നമ്മൾ ഗേഷ്യസ് സ്റ്റേറ്റിലെ അയൺസ് ആയിട്ട് മാറ്റുമ്പോൾ ഉണ്ടാകുന്ന എൻതാൽപ്പി ചേഞ്ചിന് പറയുന്ന പേരാണ് ശരിക്കും ലാറ്റിസ് എൻതാൽപ്പി. ഒരു സെൻറ്റൻസ് ആയിട്ട് പറയാനാണെങ്കിൽ lattice enthalpy of an ionic compound is the enthalpy change which occurs when 1 mole of an ionic compound dissociates into its ions in gaseous state. Simple ആയിട്ട് പറയാനാണെങ്കിൽ 1 mole of solid ionic compound convert into ions in gaseous state. ഇപ്പോൾ സോളിഡ് അയണിക് കോമ്പൗണ്ട് 1 മോള് ഗേഷ്യസ് സ്റ്റേറ്റിലോട്ട് 1 മോള് കൺവേർട്ട് ചെയ്യേണ്ടതിന് പറയുന്ന പേരാണ് ലാറ്റിസ് എൻതാൽപ്പി, ലാറ്റിസ് എനർജി. ഇനി ലാറ്റിസ് എനർജിയുടെ പ്രോബ്ലമായിട്ട് വെച്ച് നമ്മൾ കാണുന്ന ഒരു സാധനമാണ് ബോൺ ഹേബർ സൈക്കിൾ. ബോൺ ഹേബർ സൈക്കിൾ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ NaCl എന്ന് പറയുന്നത് അയണിക് കോമ്പൗണ്ട് സോളിഡ് സ്റ്റേറ്റിൽ ഇരിക്കുന്നു. ആ സോളിഡ് സ്റ്റേറ്റിൽ ഇരിക്കുന്ന സാധനത്തിന് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ആ 1 മോളിനെ നമ്മൾ ഗേഷ്യസ് സ്റ്റേറ്റിലോട്ട്, രണ്ടും ഗേഷ്യസ് സ്റ്റേറ്റ് ആയിട്ട് മാറും, ഗേഷ്യസ് സ്റ്റേറ്റിൽ അയൺസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നതിന് വേണ്ടുന്ന എനർജിക്ക് പറയുന്ന പേരാണ് ലാറ്റിസ് എനർജി. അത് ഓൾറെഡി +788 എന്ന് പറഞ്ഞിട്ടാണ് കിട്ടുന്നത്. അത് നമ്മൾ എങ്ങനെയാണ് എഴുതി കൊടുക്കേണ്ടതെന്നാണ് ചോദിക്കുന്നത്. നമുക്കതിന് വേണ്ടിയിട്ട് ഹിൻറ്റ് ഇത്രയൊക്കെ ഉണ്ടാവും. അതായത് ഓരോ സ്റ്റെപ്പ് ഉണ്ടാവും, ഇങ്ങനെ കുറേ ഇക്വേഷൻസ് ഉണ്ടാവും. ഞാൻ ബോൺ ഹേബർ സൈക്കിൾ എങ്ങനെയാണ് ഇതെല്ലാം നമുക്ക് നമുക്ക് ക്വസ്റ്റ്യനിൽ ഉണ്ടായിരിക്കും ഈ വാല്യൂസ് എല്ലാം. അപ്പോൾ ഇതിൽ നിന്ന് നമ്മളിത് എങ്ങനെയാണ് എഴുതി കൊടുക്കേണ്ടത് എന്നതാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. നമുക്ക് ബോൺ ഹേബർ സൈക്കിളിലേക്ക് മൂവ് ചെയ്യാം. ബോൺ ഹേബർ സൈക്കിൾ ഇതാണ് ബോൺ ഹേബർ സൈക്കിൾ. ഇതെങ്ങനെയാണ് എഴുതി കൊടുത്തതെന്ന് വെച്ചാൽ നമ്മൾ ശരിക്കും NaCl സോളിഡ് സ്റ്റേറ്റിലൂടെ ഇരിക്കുകയാണ്. ആ സോളിഡ് സ്റ്റേറ്റിലുള്ള സാധനത്തിനെ നമുക്ക് ഗേഷ്യസ് സ്റ്റേറ്റിലുള്ള അയൺസ് ആയിട്ട് കൺവേർട്ട് ചെയ്യണം. അങ്ങനല്ലേ, ഗേഷ്യസ് സ്റ്റേറ്റിലുള്ള അയൺസ് ആയിട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പം നമുക്ക് ആ ഒരു റിയാക്ഷനാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ആദ്യം ഇത് രണ്ടും എഴുതി NaCl സോളിഡ്, ആദ്യത്തെ Na+Cl- എന്ന് പറയുന്ന ഗേഷ്യസ് സ്റ്റേറ്റിലോട്ട് കൺവേർട്ട് ചെയ്യണം. ആദ്യമായിട്ട് നമുക്ക് ഈ ഒരു റിയാക്ഷൻ തന്നിട്ടുണ്ട്. സോഡിയം സോളിഡാണ്, ക്ലോറിനും സോളിഡ് ആയിട്ടിരിക്കുകയാണ്. അതിനെ ഇങ്ങോട്ടേക്ക് NaCl ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ആ ഒരു ഇക്വേഷൻ ഇവിടെ കിടപ്പുണ്ട്. കണ്ടോ, സോളിഡ് ഗേഷ്യസ് ആയിട്ടിരിക്കുന്നു, അതിനെ NaCl ആയിട്ട് സോളിഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നതിന് വേണ്ടുന്ന ΔH ഫോർമേഷൻ എന്ന് പറയുന്നത് -411 kJ/mol ആണ്. ശരിക്കും അത് മൈനസ് ആണ്. കാരണം എന്ന് വെച്ചാൽ ഇത്
മൈനസ് എന്ന് എഴുതിയിരിക്കുന്നതും ഈ ആരോ ഇങ്ങോട്ട് ഇട്ടേക്കുന്നതിനുള്ള പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് ഇവിടെ നിന്ന് ഈ പ്രോഡക്റ്റ് കിട്ടാൻ വേണ്ടിയുള്ള എന്തൽപി ചേഞ്ച് ആണ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് ഡെൽറ്റ ഫോർമേഷൻ ഓഫ് H -411 kJ/mol എന്ന് എഴുതിയിരിക്കുന്നത്. ഇനി നമ്മളിവിടെ ചെയ്യുന്ന സിമ്പിളായിട്ട് പറയാം. ഇനി NaS ക്ലോറിൻ ഗ്യാസ്. അപ്പോൾ ക്ലോറിൻ ഗ്യാസിനെ പിടിച്ചിട്ട് നമുക്ക് ക്ലോറിൻ ഗ്യാസിനെ പിടിച്ച് ഈ സ്റ്റെപ്പിൽ നിന്ന് ഈ സ്റ്റെപ്പ് ആയപ്പോഴത്തേക്ക് ഇവിടെ സോളിഡ് ആയിരുന്നു, ഇവിടെ ഗേഷ്യസ് ആയിട്ട് മാറി. ഇനി നമ്മൾ സോഡിയം എന്ന് പറയുന്നതിനെ സോളിഡ് സ്റ്റേറ്റിൽ ഇരിക്കുന്നതിനെ ഗേഷ്യസ് സ്റ്റേറ്റിലോട്ട് മാറ്റണം. എന്നിട്ട് ആ ഗേഷ്യസ് സ്റ്റേറ്റിൽ ഇരിക്കുന്നതിനെ അയോണിക് സ്റ്റേറ്റിലോട്ട് മാറ്റണം. എന്നിട്ട് ഇവിടെ അപ്പോൾ അയോണിക് സ്റ്റേറ്റിൽ ഇത് ഗേഷ്യസ് ആണ്, ഓൾറെഡി ഇതും ഗേഷ്യസ് ആണ്. ഇതിനെ എന്നിട്ട് ഈ ക്ലോറിനെയും പിടിച്ചിട്ട് അതിൻ്റെ ക്ലോറിൻ ആറ്റമായിട്ട് മാറ്റണം. അപ്പോഴത്തേക്ക് എന്നിട്ട് അയണൈസ് ചെയ്യിപ്പിക്കണം. അപ്പോഴത്തേക്കാണ് ഈ ഒരു ഇവിടെ നെഗറ്റീവ് വരത്തില്ല, ഇവിടെ വരുമ്പോഴാണ് നെഗറ്റീവ് വരുന്നത്. ഓക്കെ, അപ്പം പറഞ്ഞത് ഈ ഗേഷ്യസ് സ്റ്റേറ്റിലിരിക്കുന്ന സാധനത്തിന് പിടിച്ചെടുത്ത ബോണ്ട് ഡിസോസിയേഷൻ നടക്കുമ്പോഴത്തേക്ക് ക്ലോറിൻ ആറ്റമായിട്ട് മാറും. ക്ലോറിൻ ആറ്റമായിട്ട് മാറിയിട്ട് അതിനെ പിന്നെ നമ്മൾ ഇലക്ട്രോ ഗെയിൻ എൻതാൽപ്പി ഒരു ഇലക്ട്രോണോടെ കൊടുക്കുമ്പോഴത്തേക്ക് Cl- ആയിട്ട് മാറും. എന്നിട്ട് വരുന്നതാണ് ലാറ്റിസ് എനർജി. അപ്പം ഇത്രയാണ് ഇത് എഴുതുന്നത്. ഞാൻ ഒന്നുകൂടെ പറയാം. ഇനി പറയുമ്പോൾ വെതുക്കിയായിട്ടാണ് പറയുന്നത്. ആദ്യം ഒന്ന് സ്പീഡിൽ പറഞ്ഞ് തീർത്തിയാണ്. നമുക്ക് NaCl എന്ന് പറഞ്ഞ സോളിഡിനെ കിട്ടി. ആ സോളിഡിനെ പിടിച്ചിട്ട് നമ്മൾ ഈ ഒരു റിയാക്ഷൻ ക്വസ്റ്റിനിൽ തന്നത് പ്രകാരം എഴുതി വെച്ചു. ആരോ നെഗറ്റീവായിട്ട് ഇങ്ങോട്ട് തന്നെ ആരോ ഇട്ടു. അപ്പോൾ നമുക്ക് ഇവിടെ വരുന്ന വ്യത്യാസം എന്ന് പറയുന്നത് Na+Cl2 - Cl ഹാഫ് Cl2 ആയിട്ട് മാറി. ഇത് ഗേഷ്യസ് സ്റ്റേറ്റിൽ മാറി, അല്ല ഇത് സോളിഡ് ആയിട്ടിരുന്നതാണ്. ഇനി നമുക്ക് ഈ ഗേഷ്യസ് സ്റ്റേറ്റിലിരിക്കുന്ന സാധനത്തിനെ ഇവിടെ സോളിഡ് സ്റ്റേറ്റിൽ പോയിട്ട് ഇതിനെ സോളിഡ് ഗേഷ്യസ് ആയിട്ടും കൺവേർട്ട് ചെയ്തു. സോഡിയം ഗേഷ്യസ് ആയിട്ട് മാറ്റി, മീൻസ് അതിനെ സബ്ലൈം ചെയ്തു. ΔH സബ്ലിമേഷൻ എന്ന് പറയുന്ന ക്വസ്റ്റിനെ തന്നിട്ടുണ്ട്. അതിന്റെ വാല്യൂ ഇതാണ്. സബ്ലിമേഷൻ എൻതാൽപ്പി എന്താണെന്ന് ചോദിച്ചാൽ ഡയറക്റ്റ് കൺവേർട്ട് സോളിഡ് ടു വേപ്പർ എന്ന് പറയുന്നവരാണ് സബ്ലിമേഷൻ എൻതാൽപ്പി. ഓക്കെ, മനസ്സിലായല്ലോ. അടുത്ത നമ്മൾ പറയുന്നതെന്ന് വെച്ചാൽ ഇതിൽ നിന്ന് ഇതിനെ അയണായിട്ട് കൺവേർട്ട് ചെയ്യണം. മീൻസ് അതിൻ്റെ അയണൈസേഷൻ ഓഫ് സോഡിയം ആറ്റം നമ്മൾ ചെയ്യണം. അയണൈസേഷൻ ഓഫ് സോഡിയം ആറ്റം ചെയ്യുമ്പോഴത്തേക്ക് അത് നമുക്ക് ക്വസ്റ്റിനിൽ തന്നിട്ടുണ്ട്. 496 kJ/mol ആണ്. അപ്പോൾ നമുക്ക് Na+ എന്നായിട്ട് മാറും. ഇവിടെ ഹാഫ് Cl2 ആയിട്ട് മാറും. എന്നിട്ട് ഈ ഹാഫ് Cl2 എന്നുള്ളതിനെ Cl ആക്കി മാറണം. മീൻസ് Cl ഇങ്ങനെ ഇരിക്കുന്ന സാധനത്തിനെ ബോണ്ട് ഡിസോസിയേഷൻ നടന്നിട്ട് Cl ആറ്റമായിട്ട് മാറണം. അതിന് പറയുന്നതിനോട് ബോണ്ട് ഡിസോസിയേഷൻ എനർജി. ക്ലോറിൻ്റെ ബോണ്ട് ഡിസോസിയേഷൻ എനർജി എന്ന് പറയുന്നത് 121ൻ്റെ ഇരട്ടിയായിരിക്കും. പക്ഷേ ഒരു ക്ലോറിൻ ആറ്റത്തിൻ്റെ മാത്രം ബോണ്ട് ഡിസോസിയേഷൻ നമുക്ക് മതി. അതുകൊണ്ട് അത് 121 മാറിയത്. ഓക്കെ, അപ്പം 242 ആയിരിക്കും Cl2ൻ്റെ ബോണ്ട് ഡിസോസിയേഷൻ എനർജി. നമുക്ക് ഹാഫ് ബോണ്ട് ഡിസോസിയേഷൻ എനർജി മതി. അപ്പം അതുകൊണ്ടാണ് 121 kJ/mol എന്ന് വന്നത്. അപ്പം Na+Cl ഗേഷ്യസ് സ്റ്റേറ്റിലായിട്ട് മാറി. എന്നിട്ട് അവിടുന്ന് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി എന്ന് വെച്ചാൽ ഒരു ഇലക്ട്രോൺസ് കൂടെ അതിൻ്റെ വാലൻസ് ഷെല്ലോട്ട് ആഡ് ചെയ്യുക എന്നാണ്. അപ്പം മൈനസ് ആയിട്ട് മാറും. അപ്പം ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി തന്നിട്ടുണ്ട് -348.6 kJ/mol എന്നാണ്. അപ്പം നമുക്ക് ഈ ഒരു ഇത് കിട്ടി. ഇനിയുള്ളതാണ് ലാറ്റിസ് എനർജി. അതായത് ഇത് രണ്ടും ഗേഷ്യസ് സ്റ്റേറ്റിലാണ്. ഈ ഗേഷ്യസ് സ്റ്റേറ്റിലുള്ള സാധനം ശരിക്കും NaCl സോളിഡ് ആയിട്ട് മാറുമ്പോൾ അതിനുവേണ്ടി എനർജിക്ക് പറയുന്ന പേരാണല്ലോ ശരിക്കും ലാറ്റിസ് എനർജി. ഇനി ലാറ്റിസ് എനർജി എങ്ങനെ കണ്ടുപിടിക്കാന്ന് വെച്ചാൽ ഈ സംഭവങ്ങളെല്ലാം അങ്ങ് കൂട്ടിയാൽ മതി. ഇവിടെ കൂട്ടുമ്പോൾ ഉള്ളൊരു പ്രത്യേകത, ഈ എനർജീസ് എല്ലാം അങ്ങ് കൂട്ടിയാൽ മതി. ഓക്കെ, ഈ എനർജീസ് എല്ലാം അവിടെ കൂട്ടുമ്പോഴത്തേക്ക് ഇത് നമ്മൾ നെഗറ്റീവായിട്ട് എടുക്കണമെന്ന് നമ്മൾ വിചാരിക്കും. പക്ഷേ ഈ ആരോ ഇങ്ങോട്ടാണ്. ഈ ആരോ ശരിക്കും തിരിച്ച് ഇങ്ങോട്ട് പോയാൽ മാത്രമേ ഇങ്ങനെ കറങ്ങി ബാക്കിയെല്ലാം അവിടെ കൂട്ടുമ്പം ഇത് കിട്ടത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പോസിറ്റീവ് വാല്യൂ വെച്ചിട്ടാണ് കൂട്ടുന്നത്. അപ്പം അങ്ങനെയാണ് നമ്മൾ കൂട്ടേണ്ടത്. അപ്പം ഇത്രയും കൂടെ കൂട്ടുമ്പോഴത്തേക്ക് ഇതേ പ്ലസ് ഇതിൻ്റെ പോസിറ്റീവ് വാല്യൂ ആണ്. ഇതേ പ്ലസ് ഈ വാല്യൂ ഇത് ഇത്രയും കൂടെ കൂട്ടുമ്പോഴത്തേക്ക് നമുക്ക് ഇവിടെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന +788 kJ/mol എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ആൻസറിലേക്ക് നമുക്ക് എത്തിച്ചേരാവുന്നതാണ്. എന്നിട്ട് ഇത്രയും വരച്ച് എഴുതി കൊടുത്തിട്ട് ലാറ്റിസ് എൻതാൽപ്പി ഈസ് ഈക്വൽ ടു ഇതെല്ലാം കൂടെ കൂട്ടുന്ന ഒരു സ്റ്റെപ്പ്, അത് കഴിഞ്ഞിട്ട് ഈ ആൻസർ അപ്പോൾ എഴുതിയേക്കുക. ഇത്രയും കാര്യങ്ങളാണ് പ്രധാനപ്പെട്ട 4 പോയിന്റ്സ് തെർമോഡൈനാമിക്സ് എന്ന ചാപ്റ്ററിൽ. ഇനി ഇതിൽ പഠിക്കേണ്ട സിമ്പിളായിട്ടുള്ള കാര്യങ്ങളെന്ന് വെച്ചാൽ എന്താണ് ഓപ്പൺ സിസ്റ്റം, അവിടെ ഓരോന്നിൻ്റെ വാല്യൂസ് എഴുതുക, ക്ലോസ്ഡ് സിസ്റ്റം എന്താണെന്ന് എഴുതുക, ഐസൊലേറ്റഡ് സിസ്റ്റത്തിൻ്റെ പ്രത്യേകത, ഇൻറ്റേർണൽ എനർജി എന്താണ്, അതിൻ്റെ ഡിനോട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്, ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് എങ്ങനെയാണ്, ഗിബ്സ് എനർജി ആൻഡ് ഇക്വിലിബ്രിയത്തിൻ്റെ റിലേഷൻ എങ്ങനെയാണ്, അതിൻ്റെ പ്രോബ്ലംസ് ഈ ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് പേപ്പറിൽ കൊടുത്തിട്ടുണ്ട്, അതും കൂടെ നോക്കുക. ഇനി എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി, ഇൻറ്റൻസീവ് പ്രോപ്പർട്ടി എന്നാൽ എന്താണ്? എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി എന്താണെന്ന് വെച്ചാൽ പ്രോപ്പർട്ടീസ് ഹൂസ് വാല്യൂസ് ഡിപ്പെൻഡ്സ് ഓൺ ക്വാണ്ടിറ്റി ഓർ സൈസ് എന്നാണ്. ക്വാണ്ടിറ്റി സൈസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന പ്രോപ്പർട്ടീസ് ആണ് എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി. അപ്പം പ്രസൻറ്റ് ഇൻ ദി സിസ്റ്റം, എക്സാമ്പിൾ മാസ്, വോളിയം, ഇൻറ്റേർണൽ എനർജി, എൻതാൽപ്പി,
ഹീറ്റ് കപ്പാസിറ്റി. അടുത്ത ഇൻറ്റൻസീവ് പ്രോപ്പർട്ടീസ് എന്താണെന്ന് വെച്ചാൽ പ്രോപ്പർട്ടീസ് വിച്ച് വാല്യൂസ് ഡിപ്പെൻഡ്സ് ഓൺ ദി ക്വാണ്ടിറ്റി ഓർ സൈസ് ഓഫ് ദി മാറ്റർ പ്രസൻറ്റ് ഇസ് നോൺ ആസ് ഇൻറ്റൻസീവ് പ്രോപ്പർട്ടി. അപ്പോൾ ഇൻറ്റൻസീവ് പ്രോപ്പർട്ടിക്ക് എക്സാമ്പിൾ ടെമ്പറേച്ചർ, ഡെൻസിറ്റി, പ്രഷർ എന്നിങ്ങനെയുള്ളതാണ്. അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. വീഡിയോ ഇഷ്ടമായി ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, അവർ കൂടെ ഒന്ന് പഠിച്ചോട്ട്. അപ്പം ഈ ക്വസ്റ്റ്യൻ തന്നെയായിരിക്കും എക്സാമിന് ചോദിക്കുക. അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോയിലേക്ക് കാണുമ്പോഴേക്കും ബൈ.